ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിലെല്ലാം പൗലോസ് അപ്പോസ്തലൻ്റെയും സിലാസിൻ്റെയും മിഷണറി യാത്രയെക്കുറിച്ചും ഓരോ സഭകളിലും ഓരോ സ്ഥലങ്ങളിലും ചെയ്തിട്ടുള്ളതായ അത്ഭുതങ്ങളെക്കുറിച്ചും പഠിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമുക്ക് അപ്പോസ്തലനായ പൗലോസ് ചെയ്ത വേറൊരു അത്ഭുതത്തെക്കുറിച്ചും അവൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചും നമുക്ക് പഠിക്കാം. പൗലോസ് അന്തോക്യയിൽ നിന്ന് യാത്ര തിരിച്ച് എഫെസോസിലെത്തി. അപ്പോൾ എഫെസോസിൽ അവൻ വചനം പ്രസംഗിച്ചു. അപ്പോൾ അവിടെ വീണ്ടും എവിടെയൊക്കെ അപ്പോസ്തലനായ പൗലോസ് ചെന്ന് പ്രസംഗിക്കുക, അവിടെയൊക്കെ എതിർപ്പുകൾ നടക്കുന്നുണ്ട്. എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ നിൽക്കുക എന്നുള്ളതല്ല അപ്പോസ്തലനായ പൗലോസിൻ്റെ പരിചയം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പല സ്ഥലങ്ങളിലും അത് കണ്ടു. എവിടെ കർത്താവും അങ്ങനെ തന്നെയാണ്. എതിർപ്പ് എവിടെ ഉണ്ടാകുന്നോ അവിടെ നിന്ന് മാറി വേറെ ദൈവത്തിൻ്റെ വചനം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അവർക്ക് വേണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം വേറുള്ള സ്ഥലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം സ്പ്രെഡ് ചെയ്യുവാനായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ അതുപോലെ തന്നെ ഇവൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ അവരെ ദുഷിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ പൗലോസ് തുറന്നോസിൻ്റെ പാഠശാലയിൽ എത്തി അവിടെ ദിനംപ്രതി ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചും സംവാദിച്ചും പോന്നു. അങ്ങനെ 2 വർഷത്തോളം തുറന്നോസിൻ്റെ പാഠശാലയിൽ ദൈവവചനം പഠിപ്പിച്ചു. യവനന്മാരും യഹൂദന്മാരും അവിടെ വന്ന് ദൈവവചനം കേൾക്കുകയും അനേകർ രക്ഷിക്കപ്പെടുകയും ദൈവമക്കളായിട്ട് തീരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മാത്രമല്ല പൗലോസ് അവിടെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ അവിടെ ചെയ്തിരുന്നു. കാരണം സാധാരണഗതിയിൽ നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് ഒരു വെളിച്ചപ്പാടത്തിയോട് അവളുടെ ബോധത്തെക്കുറിച്ച് അവളുടെ ബോധം വിട്ടുപോകുവാനായിട്ട് പറയുകയും ആ ഭൂതം അവളെ വിട്ടുപോവുകയൊക്കെ ചെയ്തതായിട്ടും അന്നേ മരിച്ച അവസ്ഥയിൽ നിന്നുള്ള ബാലൻ അവനെ ഉയർത്തെഴുന്നേറ്റതായിട്ടും അങ്ങനെ അനേക അത്ഭുതങ്ങൾ, രോഗികളെ സൗഖ്യമാക്കിയതായിട്ടും ഇങ്ങനെ അനേക അത്ഭുതങ്ങൾ പൗലോസ് ചെയ്തതായിട്ടൊക്കെ നമുക്ക് കാണാം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല നാം കാണുന്നത്. അങ്ങനെ സൗഖ്യം കൊടുത്തതെന്ന് മാത്രമല്ല, പൗലോസിൻ്റെ അവൻ്റെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അവൻ്റെ റുമാലും ഉത്തിരിയും ഒക്കെ കൊണ്ടുവന്ന് രോഗികളുടെ മേലിടും, അവർ സൗഖ്യം പ്രാപിക്കും. മാത്രമല്ല ദുരാത്മാക്കളെ ബാധിച്ചവരായിട്ടുള്ള ദുരാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ വസ്ത്രം കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പോൾ ദുരാത്മാക്കൾ അവരെ വിട്ടുപോകും. അങ്ങനെ ഉള്ള വീര്യപ്രവൃത്തികൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വീര്യപ്രവൃത്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന വീര്യപ്രവൃത്തികൾ ഒരു സ്കോവ എന്ന യഹൂദൻ്റെ 7 പുത്രന്മാർ കണ്ടു. അപ്പോൾ അവർ വിചാരിച്ചു, ഞങ്ങൾക്കും ഈ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ നാമത്തിൽ പൗലോസ് ചെയ്യുന്നു. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവർ മന്ത്രവാദികളാണ്. മന്ത്രവാദികളുടെ മക്കളുമാണ്. അപ്പോൾ ഈ 7 പുത്രന്മാർ വിചാരിച്ചു, ഞങ്ങൾക്ക് യഹോവയുടെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ യേശുവിൻ്റെ നാമത്തിൽ ഒരു ദുരാത്മാവിനോട് പറഞ്ഞു സൗഖ്യമാകുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ എന്തു ചെയ്തു? ദുരാത്മാവ് അവരോട് പറഞ്ഞു, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. കാരണം ദുരാത്മാക്കൾക്കറിയാം ദൈവം ആരാണെന്ന്. അവരെ ശിക്ഷിച്ച് പുറത്താക്കിയതാണ് ദൈവം. അതുകൊണ്ട് അവർക്കറിയാം ദൈവം ആരാണെന്ന്. മന്ത്രവാദികൾക്കറിയത്തില്ല ദൈവം ആരാണെന്ന്. അപ്പോൾ ദുരാത്മാവ് അവരോട് പറഞ്ഞു, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, പിന്നെ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ദുരാത്മാവുള്ള മനുഷ്യൻ എന്താ ചെയ്തതെന്നറിയാമോ? ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ നാമം വെറുതെ എടുക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മൾ വളരെ ഭയത്തോടും ഭക്തിയോടും കൂടെ ഉപയോഗിക്കേണ്ട നാമമാണ് യേശുവിൻ്റെ നാമം. അതുകൊണ്ട് ഇവർ യേശുവിൻ്റെ നാമം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് അവർക്ക് സൗഖ്യം വരികയല്ല ചെയ്യുന്നത്. ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ 2 പേരാണ് ഈ ചെയ്യാനായിട്ട് നോക്കിയത്. 7 പുത്രന്മാരിനുള്ളിൽ 2 പേരാണ് അവരെ 2 കീഴടക്കി ജയിക്കാൻ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. എന്ത് അത്ഭുതമാണ് അവിടെ നടന്നത്! യേശുവിൻ്റെ നാമത്തിൽ പൗലോസ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനേക ദുരാത്മാക്കളെ സൗഖ്യമാക്കി. എന്ന് മാത്രമല്ല, വെറുതെ പൗലോസിൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്ന് അവൻ്റെ അങ്കി കൊണ്ടുവന്ന് ഒരാളുടെ മേലിട്ടാൽ ദുരാത്മാക്കൾ അവരിൽ നിന്ന് വിട്ടുപോകും. അതാണ് യേശുവിൻ്റെ
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തി, അവൻ ദൈവമാണ്, പൂർണ്ണ ദൈവവും പൂർണ്ണ ദൈവമായതുകൊണ്ട്, അവൻ സർവശക്തനായതുകൊണ്ടാണ് അത് സാധിക്കുന്നത്. ആ യേശുവിൻ്റെ നാമത്തിൽ എന്നാൽ മന്ത്രവാദികൾ ചെയ്യുവാനായിട്ട് നോക്കിയപ്പോൾ അത് സാധിച്ചില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ മുറിവേറ്റവരും നഗ്നരുമായിട്ട് ഓടി രക്ഷപ്പെടേണ്ടതായിട്ട് വന്നു. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. 2 വർഷത്തോളം പൗലോസ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യേശുവിനെക്കുറിച്ച് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സകല ജനത്തിനും ഭയം തട്ടി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം അവിടെ ഉയർത്തപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നുണ്ടോ? കർത്താവിൻ്റെ നാമം സർവശക്തിയുള്ള നാമമാണ്, അത് ജീവനുള്ള നാമമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന, നമ്മളെവിടെ പാർത്താലും കർത്താവിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൽ കൂടെ മഹത്വപ്പെടണം എന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ നാം കണ്ടത് വിശ്വസിച്ചവരായിട്ടുള്ള അനേകർ വന്ന് അവരെന്ത് ചെയ്തു? ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ ചുട്ടുകളഞ്ഞു. ഇനി അവർക്കാർക്കും ക്ഷുദ്രപ്രയോഗം വേണ്ട, അവർക്കാർക്കും മന്ത്രവാദം വേണ്ട. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച മുഖാന്തരമായിട്ട് അവർക്കിനി ക്ഷുദ്രപ്രയോഗത്തിൻ്റെയും അതിൻ്റെ അങ്ങനെയുള്ള മന്ത്രവാദത്തിൻ്റെ ആവശ്യമില്ല എന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? അവരുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങളെല്ലാം അവർ കൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് നോക്കിയാറേ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് യൂദാസ് ഒറ്റിക്കൊടുത്തത് വെറും 30 വെള്ളിക്കാശിന് വേണ്ടിയാണ്. എന്നാൽ ആ കർത്താവിൻ്റെ തീർന്നവരായിട്ടുള്ളവർ 50,000 വെള്ളിക്കാശിന് വിലയുള്ള ബുക്കുകൾ വെറുതെ ചുട്ടുകളഞ്ഞു എന്നാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്, മഹത്വമുള്ളവനാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു എന്ന് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാനും കർത്താവിൻ്റെ വചനം പരക്കുവാനും മറ്റുള്ളവർ കർത്താവിനെ അറിവാനും കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിപ്പാനും ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരുവാനും അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗലോസിന് ജീവിതത്തിൽ കഷ്ടത, പ്രയാസം, കണ്ണുനീരുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് അവൻ കർത്താവിൻ്റെ വചനം ഘോഷിക്കുന്നത് നിർത്തിയില്ല. അവൻ പണ്ടത്തേക്കാൾ അധികമായിട്ട് കർത്താവിൻ്റെ വചനം ഘോഷിച്ചു. മാത്രമല്ല നമുക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അവിടെ തന്നെ നിൽക്കാതെ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറി കർത്താവിനെ പ്രസംഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല അനേക വീര്യപ്രവൃത്തികളും കർത്താവിൻ്റെ നാമത്തിൽ പൗലോസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് മുഖാന്തരമായിട്ട് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനും ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പല പുസ്തകങ്ങളും 50,000 വെള്ളിക്കാശിൻ്റെ പുസ്തകങ്ങൾ ചുട്ടുകളയപ്പെടുവാനും കർത്താവിൻ്റെ വചനം ശക്തിയോടെ പ്രബലപ്പെടുവാനും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനുമായിട്ടും ഇടയായിട്ട് തീർന്നു. വരുന്ന ദിവസങ്ങളിൽ പൗലോസിനെ പോലെ നമുക്കും കർത്താവിനെ സേവിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.